വളരെ വളരെ ഹൃദയവേദനയോട് കൂടിയിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് മുഖ്യമന്ത്രിയുടെയും പരിവാരത്തിൻ്റെയും യാത്ര മൂലം നൂറുകണക്കിന് കുട്ടികളുടെ തലയാണ് തല്ലിപ്പൊളിച്ചിരിക്കുന്നത്. ജനാധിപത്യ രാഷ്ട്രീയത്തിൽ പ്രതിഷേധിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാം മൗലികമായ അവകാശമാണ്. മുഖ്യമന്ത്രി നടത്തുന്ന ഈ ആർഭാടകരമായിട്ടുള്ള ഉല്ലാസയാത്രയ്ക്കെതിരായിട്ട് ന്യായമായ പ്രതിഷേധവുമായി വിദ്യാർത്ഥികളും യുവാക്കളും രംഗത്തിറങ്ങുമ്പോൾ അവർ നേരിടുന്ന രീതി കേരളം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തതാണ്. ചങ്ങലക്ക് ഭ്രാന്ത് പിടിച്ച സ്ഥിതിയാണ് ഇന്ന് കേരളത്തിലുള്ളത്. ഇന്നലെ ഏറ്റവും ഒടുവിൽ ആലപ്പുഴയിൽ KSU ജില്ലാ പ്രസിഡന്റ് തോമസിനെയും യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹി അജോയ് കുര്യാക്കോസിനെയും എന്ത് ഭീകരമായിട്ടാണ്, നിങ്ങളെല്ലാം വിഷ്വൽ കണ്ടതാണ്. അവരാകെ ചെയ്യുന്നത് മുഖ്യമന്ത്രി പോകുന്ന വഴിക്ക് നേരെ ഒരു മുദ്രാവാക്യം വിളിക്കുകയാണ്. ആ മുദ്രാവാക്യം വിളിക്കുന്ന കുട്ടികളെ ചേസ് ചെയ്ത് അതിഭീകരമായി ആക്രമിക്കുന്ന, തല തല്ലിപ്പൊളിക്കുന്ന രംഗം കണ്ടു നിൽക്കാൻ കഴിയാത്ത രംഗമാണ് കേരളത്തിന്. ഇതൊരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ആരാണ് ചെയ്യുന്നത്? മുഖ്യമന്ത്രിയുടെ സ്വന്തം ഗൺമാൻ. ഈ ഗൺമാനാണ് മുഖ്യമന്ത്രിയെ തടയാൻ വന്നാൽ മനസ്സിലാക്കാം, മുഖ്യമന്ത്രി നേരെ ആക്രമിക്കാൻ വന്നാൽ മനസ്സിലാക്കാം, അതുമല്ലെങ്കിൽ അവരെ കസ്റ്റഡി എടുക്കുന്ന കണ്ടാൽ മനസ്സിലാക്കാം. ഇത് ദൂരെ നിന്ന് പ്രകടനം നടത്തുന്ന ആളുകളെ ചേസ് ചെയ്ത് പിടിച്ച് തല്ലിപ്പൊളിക്കുന്ന രീതി ഏത് കമ്മ്യൂണിസ്റ്റ് രീതിയാ? ഇതെന്താ ഭ്രാന്താലയമാക്കി മാറ്റുകയാണോ കേരളം? പോലീസുകാരെല്ലാം കാവൽ. ശബരിമലയിൽ നിയന്ത്രിക്കാൻ പോലീസില്ല. പോലീസ് മൊത്തം ഇതിനു വേണ്ടി കാവലാണ്. മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള കാവലാണ്. ആരെങ്കിലും പ്രതിഷേധിക്കാൻ വന്നാൽ ആ കാവലുള്ള പോലീസുകാർ ആ പ്രതിഷേധിക്കുന്ന കുട്ടികളെ തല്ലുന്നതിനും കൂടെ കാവൽ നിൽക്കുകയാണ് ചെയ്യുന്നത്. എന്ത് ഭീകരാവസ്ഥയാണ്! അതാ പറയുന്നത്, മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഉപയോഗിച്ച ലാത്തി ഞങ്ങളെല്ലാം നേരിട്ട് കണ്ടതാണ്. ഈ പോലീസുകാരുടെ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, എല്ലാ കാലത്തും പിണറായി വിജയൻ ആ കസേരയിൽ ഇരിക്കുമെന്ന് അവർ വിചാരിക്കണ്ട. ഞങ്ങളെ കുട്ടികളെ ഇതുപോലെ പേപ്പട്ടികളെ പോലെ തലപൊളിക്കാൻ പോലീസുകാരൻ കൂട്ടുനിൽക്കുന്നുണ്ട്, പോലീസുകാർ തന്നെ ചെയ്യുന്നുണ്ട്. ഗവൺമെൻ പോലീസാണല്ലോ. ഇതൊന്നും ഓർക്കാതെ പോകുമെന്ന് ആരും ധരിക്കണ്ട, ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ധരിക്കണ്ട. അങ്ങനെ ആർക്കും എഴുതി കൊടുത്ത നാടല്ല കേരളം. അപ്പോൾ അത് അവർ ആലോചിക്കുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇത് ഞങ്ങളെക്കൊണ്ട് പറയിപ്പിക്കുകയാണ്. ഞങ്ങൾ അക്രമാഹ്വാനം നടത്തുന്നവരല്ല. അത് മുഖ്യമന്ത്രിയാണ് നടത്തിയത്. അദ്ദേഹത്തിൻ്റെ പെരുമ്പാവൂർ പ്രസംഗത്തിന് ശേഷമാണ് ഇത് കൂടിയത്. ഇദ്ദേഹത്തിന് പോകാൻ വേണ്ടിയിട്ട് വഴി നടക്കുന്ന ആളുകളെ, പ്രതിഷേധിക്കുന്ന ആളുകളെ തല്ലി തീർത്തിട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും, വലിയ വില കൊടുക്കേണ്ടി വരും മിസ്റ്റർ പിണറായി വിജയൻ. ഇതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ.